പാലക്കാട് പെരിങ്ങോട്ടുകുറിശി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓണത്തോടനുബന്ധിച്ച് 500 നിരാലംബരായ കുടുംബങ്ങൾക്ക് ഓണ ഭക്ഷ്യക്കിറ്റുകൾ നൽകുന്നതിൻ്റെ ഭാഗമായി ടീം ദയ എറണാകുളം സോണിൻ്റെ ഓണക്കിറ്റ് വിതരണം നോർത്ത് പറവൂർ കൊത്തലങ്കോ ബ്രദേഴ്സ് ഹോം ഹാളിൽ വെച്ച് നടന്നു. 1500 രൂപയോളം വില വരുന്ന അരി, പലവ്യഞ്ജനങ്ങൾ എന്നിവയാണ് കിറ്റിലുള്ളത്. വിതരണോദ്ഘാടനം ദയ ട്രസ്റ്റിൻ്റെ സ്ഥാപകൻ EB രമേശ് നിർവഹിച്ചു. വിധവകളായിട്ടുള്ള കുറേ അമ്മമാർ സ്വന്തം പെൺമക്കളെ വിവാഹം കഴിച്ച് അയക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തോട് കൈനീട്ടുന്നത് കണ്ട് എൻ്റെ മോളുടെ വിവാഹമാണ് 100 രൂപ, 200 രൂപ, 50 രൂപ, 10 രൂപയെല്ലാം സമൂഹത്തിൻ്റെ നിന്ന് കൈനീട്ടി മേടിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അത്തരം അമ്മമാരെ സഹായിക്കാനായിട്ട് 2016 ഞങ്ങളൊരു പദ്ധതി ആവിഷ്കരിച്ചു. അതാണ് ദയാ മംഗല്യ ദീപം. സ്വന്തം പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കാൻ വേണ്ടി സമൂഹത്തിന് മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന വിധവകളായ അമ്മമാരുടെ പെൺമക്കളെ 5 പവൻ്റെ ആഭരണങ്ങളും വിവാഹ വസ്ത്രങ്ങളും നൽകി കല്യാണം കഴിച്ചു കൊടുക്കാൻ ഞങ്ങൾ സഹായിക്കാമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഇന്ന് ഇപ്പോൾ 20 പെൺകുട്ടികളുടെ വിവാഹം ദയാ മംഗല്യ ദീപം പദ്ധതിയിലൂടെ ഞങ്ങൾ നടപ്പിലാക്കി. ടീം എറണാകുളം ദയ ട്രസ്റ്റ് MG ആന്റണി അധ്യക്ഷനായി. കിടപ്പ് രോഗികളായിട്ടുള്ള ക്യാൻസർ, കിഡ്നി, ലിവർ രോഗം ബാധിച്ച ആരാരും ആശ്രയിക്കാനില്ലാത്ത മറ്റുള്ളവരുടെയൊക്കെ പിന്തുണയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഏറെ വിഷമസന്ധിയിൽ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന 115 കുടുംബങ്ങൾക്ക് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ടീം ദയ എറണാകുളത്തിൻ്റെ മെമ്പർമാർ ഇന്ന് 19 പേരാണ്. അതിൽ 12 അംഗങ്ങൾ അവരവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് സമാഹരിച്ച ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും അർഹതപ്പെട്ട 115 കുടുംബങ്ങൾക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത്. ദയ ട്രസ്റ്റിയും ചേന്നമംഗലം സഹകരണ സംഘം പ്രസിഡന്റുമായി തിരഞ്ഞെടുത്ത VS ജയപ്രകാശിന് മെമ്മൻറ്റോ നൽകി ആദരിച്ചു. വീട്ടിലൊരാൾ പട്ടിണി എടുക്കേണ്ട, അയാളെ കൂടി ചേർത്ത് പിടിക്കാനാണ് മാവേലി നമ്മളോട് പറഞ്ഞത്. നമുക്കിന്ന് ആ കാലമൊക്കെ പോയി. നമ്മളെങ്ങനെ സമ്പാദ്യം കൂട്ടി വലിയ ആളാവാൻ നോക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു ബാങ്ക് മാനേജരോട് 5 ബ്രാഞ്ചും ഒരു ഹെഡ് ഓഫീസുള്ള ബാങ്കാണ്. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും ദരിദ്രനായ ഒരാളെ കണ്ടെത്താനാണ്. അവർക്ക് ഞാൻ ദയെന്നൊരു ഓണക്കിറ്റ് വാങ്ങിക്കൊടുക്കാമെന്ന്. അങ്ങനെ 5 പേർക്ക് ഞാൻ എൻ്റെ വക, എൻ്റെ ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന 5 പേർക്ക് എൻ്റെ വക ഓണസമ്മാനമായിട്ട് ഓണക്കിറ്റാണ് കൊടുക്കുന്നത്. മാതൃഭൂമി ലേഖകൻ TC പ്രേംകുമാർ പ്രസംഗിച്ചു. ഇന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിച്ചുകൊണ്ട് പത്രത്തിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് ഇവർ ചെയ്യുന്ന സേവനങ്ങൾ പത്രത്തിൽ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടും നിർത്തുന്നു. പുതിയ മെമ്പർമാരെയും ആദരിക്കുകയുണ്ടായി. ദയ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളായ KR മുകുന്ദൻ, മോഹൻദാസ് മാസ്റ്റർ, ലത S നായർ, ശോഭ ടീച്ചർ, M കുട്ടപ്പൻ, KP ഉണ്ണികൃഷ്ണൻ, ആശാ വർക്കർ അവാർഡ് നേടിയ രാജേശ്വരി ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നിരവധി മേഖലകളിൽ കേരളത്തിൽ ജനങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിവരുന്നു. വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.